കവടി നിർത്തി കണ്ടതാ ഞാൻ പറഞ്ഞത്. അവളുടെ മേത്ത് കൂടിയിരിക്കുന്ന ബാധ അത്ര വേഗം ഒഴിഞ്ഞു പോവില്ല. അടിച്ചാ തിരിച്ചടിക്കണ ജാതിയാ. അതൊരു പട് കേവിയല്ലേ, അതിനെ കൊണ്ട് തിരിച്ചടിക്കാൻ പറ്റുമോ? കൂടെ വേറെ ആളുണ്ട്. ആരുള്ള മാമയാ? ആരുണ്ടായാലും ഇങ്ങക്ക് എന്താ? നാട്ടിലുള്ള പിശാസിനെയും ഭൂതത്തിനെയും ഒക്കെ പിടിച്ചു കെട്ടണം. നിങ്ങൾക്ക് ഈ പീറ ഉമ്മുമാനെ ഒഴിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂല. നിങ്ങളല്ലേ പറഞ്ഞത് മൂന്നാമത്തെ ബീവിയിൽ ഞമ്മക്കൊരു മോൻ ജനിക്കുന്നു? അത് പറഞ്ഞു. നിങ്ങളല്ലേ ഞമ്മളെ കൊണ്ട് 10,000 ഉറുപ്പ്യ മുടക്കിച്ചിട്ട് മൂത്രം കാട്ടി ഹോമം നടത്തിയത്? പുത്രകാമേഷ്ടി. അതെന്ത് കുന്തെങ്കിലാവട്ടെ, നിങ്ങളെന്താ ഇപ്പൊ മാറ്റി പറയണത്? മനുഷ്യരുടെ ജാതകമല്ലേ, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പ സമയം നന്നായിരുന്നു, ഇപ്പം മോശ. ഇനി നന്നായാല? എനിക്ക് തോന്നണില്ല. എന്റെ കാര്യം പറഞ്ഞാ നിങ്ങൾക്ക് നന്നാവാം. എന്നാൽ അതുവരെ നമ്മള് കാത്തിരുന്നോളാം. ഇങ്ങളെ കൊണ്ട് ഈ ഉമ്മുമ്മാനെ ഒഴിപ്പിക്കാൻ പറ്റൂലെങ്കിൽ അത് പറ, നമ്മള് പുറത്തുനിന്ന് വേറെ മുന്തിയ ആളെ കൊണ്ടുവന്നോളാം. അത് വേണ്ട, ഞാൻ ഒന്നുകൂടി കബഡി നിരത്തി നോക്കട്ടെ. നിരത്ത് നന്നാവിടെ വരെ നിരത്ത്. വെറുതെ ഇരുന്ന് നമ്മളെ കൽപ്പില് വേണ്ടാത്ത പൂതിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ മൊയ്തെല്ലാം പറയണ. ഞമ്മക്ക് ആമിനാന്റെ കുഞ്ഞിന്റെ ബാപ്പയായ പറ്റൂ.